പുലർച്ചെ 3:30 മണി. പുറത്ത് കോരിച്ചൊഴിയുന്ന കർക്കിടക മഴ. വയൽച്ചിറ എന്ന കൊച്ചു വീടിൻ്റെ ഓടിട്ട മേൽക്കൂരയിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം പാത്രങ്ങളിൽ വീണ് തളം കെട്ടുന്നു. ആ ശബ്ദത്തിനിടയിലും ദേവുവിൻ്റെ കാതുകൾ അമ്മയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം ശ്രദ്ധിച്ചു. അമ്മ ശാരദ വർഷങ്ങളായി തളർന്നു കിടക്കുകയായിരുന്നു. ഇപ്പം പതുക്കെ നടന്നു തുടങ്ങി. ചെറുതായിട്ട് അവളെ സഹായിക്കാനും തുടങ്ങി. എന്നിരുന്നാലും അവൾക്ക് ആകെ വേവലാതിയാണ് അമ്മയെ ഓർത്ത്. ദേവു പതുക്കെ എണീറ്റു. അടുക്കളയിൽ മങ്ങിയ വെളിച്ചത്തിൽ അവൾക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മേ, ഉറങ്ങിക്കോ, ഇന്ന് ഞാൻ പൊയ്ക്കോളാം. അമ്മ പറഞ്ഞു. വേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം മോളെ. അങ്ങനെ അവർ രണ്ടുപേരും അന്നത്തെ ദിവസം ആരംഭിച്ചു. അവൾ അമ്മയുടെ തണുത്ത കൈകൾ പിടിച്ചു മുറ്റത്തേക്കിറങ്ങി. അവർ കുറേ സംസാരിച്ചിരുന്നു. അതിനുശേഷം അവർ അടുക്കളയിൽ അവരുടേതായ തിരക്കുകളായി. 17-ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്നപ്പോൾ അവൾ കരഞ്ഞില്ല. അച്ഛൻ മരിച്ചപ്പോൾ ബാക്കി വെച്ച കടങ്ങളും രോഗിയായ അമ്മയും പിന്നെ അവളുടെ പ്രാണനായ ഗൗരി എന്ന പശുവും ഇതായിരുന്നു ദേവുവിൻ്റെ ലോകം. 4:30 മണിയാകുമ്പോൾ ഗൗരിയെ കറന്ന് പാൽപാത്രങ്ങൾ സൈക്കിളിൽ കെട്ടി അവൾ യാത്ര തുടങ്ങും. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ആ സൈക്കിൾ മണി ഗ്രാമത്തിന് ഒരു ശീലമാണ്. ദേവു, ഇന്ന് 2 ലിറ്റർ അധികം വേണം കേട്ടോ, വീട്ടിൽ വിരുന്നുകാരുണ്ട്, വഴിയിൽ വെച്ച് ടീച്ചർ വിളിച്ചു പറഞ്ഞു. ശരി ടീച്ചറെ, അവൾ പുഞ്ചിരിച്ചു. പക്ഷെ ആ പുഞ്ചിരിക്ക് പിന്നിൽ പുകയുന്ന ചില കാര്യങ്ങളുണ്ട്. അച്ഛൻ വാങ്ങിയ 50,000 രൂപ ഇപ്പോൾ പലിശ കയറി ലക്ഷങ്ങളായിരിക്കുന്നു. നാട്ടിലെ പലിശക്കാരൻ വാസുപിള്ളയിൽ നിന്നാണ് വാങ്ങിയത്. അടുത്ത മാസം പണം തന്നില്ലെങ്കിൽ ആ പറമ്പ് എൻ്റേതാകും എന്ന അയാളുടെ ഭീഷണി അവളുടെ ഉള്ളിൽ കനലായി എരിയുന്നുണ്ട്. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി ഒരു അതിഥി നഗരത്തിലെ വലിയ ഒരു മൃഗാശുപത്രിയിൽ നിന്നും ഇവർ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നു. ഡോക്ടർ അർജുൻ ഈ കുഗ്രാമത്തിലേക്ക് വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവന് മൃഗങ്ങളെ ചികിത്സിക്കുന്നത് കേവലം ഒരു ജോലിയല്ല, ഒരു പാഷനാണ് പോലും. ഒരു വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ മടങ്ങുമ്പോൾ കണ്ടത് സൈക്കിൾ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മഴയിൽ കുതിർന്ന് ആകെ തളർന്ന അവൾ ആ സൈക്കിൾ തള്ളാൻ ശ്രമിക്കുകയാണ്. അർജുൻ വണ്ടി നിർത്തി. ഹലോ, ഞാൻ സഹായിക്കണോ? ദേവു തലയുയർത്തി നോക്കി. അപരിചിതനായ ഒരു യുവാവ്. വേണ്ട സാറേ, ഞാൻ നോക്കിക്കോളാം. അവളുടെ ആത്മവിശ്വാസം അർജുനെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവൻ സൈക്കിളിൻ്റെ പിന്നിൽ പിടിച്ചു. ഇത്രയും പാത്രങ്ങൾ ഒറ്റയ്ക്ക് തള്ളാൻ ബുദ്ധിമുട്ടാണ്, ഞാനും പിടിക്കാം. അന്ന് ദേവുവിൻ്റെ വീട്ടുമുറ്റം വരെ അർജുൻ കൂടെ നടന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. തീരെ സുഖമില്ലാത്ത അമ്മയും ആ ചെറിയ വീടും, എങ്കിലും ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള തെളിച്ചവും. ഗൗരിക്ക് വയറ്റിൽ ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നപ്പോഴാണ് അർജുൻ ഔദ്യോഗികമായി ആ വീട്ടിൽ എത്തുന്നത്. ചികിത്സയ്ക്കിടയിൽ അവൻ അവിടുത്തെ ഓരോ അവസ്ഥകളും നിരീക്ഷിച്ചു. ഒരിക്കൽ ദേവു അമ്മയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുന്നത് കണ്ട് അർജുൻ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് നല്ല ഫിസിയോതെറാപ്പി ചെയ്താൽ കുറച്ചുകൂടി മാറ്റമുണ്ടാകും. ഇപ്പോൾ അമ്മ അത്യാവശ്യം നന്നായിട്ട് നടക്കുകയും ജോലികൾ ചെയ്യുകയും ചെയ്യുന്നില്ലേ, ഇനി കുറച്ചുകൂടി ഭേദപ്പെടും. ദേവു, നീ എന്താ ചെയ്യാത്തത് എന്ന് ഡോക്ടർ ചോദിച്ചു. ദേവു താഴേക്ക് നോക്കി, ഒന്നും മിണ്ടിയില്ല. അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ സാറേ, അവൾ പറഞ്ഞു. എനിക്കിതിൽ നിന്ന് കിട്ടുന്നത് അമ്മയുടെ മരുന്നിനും ഭക്ഷണത്തിനും തന്നെ തികയുന്നില്ല. അർജുൻ ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം മുതൽ അവൻ വൈകുന്നേരങ്ങളിൽ വരാൻ തുടങ്ങി. പശുവിനെ നോക്കാനല്ല, അമ്മയ്ക്ക് വ്യായാമങ്ങൾ ചെയ്തു കൊടുക്കാനും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും. സാറിന് എന്തിനാ ഈ കഷ്ടപ്പാട്? ദേവു ചോദിച്ചു. ഇത് കഷ്ടപ്പാടല്ല ദേവു, ഒരു സന്തോഷമാണ്. പിന്നെ നീ എന്നെ സാറേന്ന് വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല, അർജുൻ എന്ന് വിളിച്ചാൽ മതി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവുവിന് അർജുനോടുള്ള ബഹുമാനം പതുക്കെ പ്രണയമായി മാറിത്തുടങ്ങി. എങ്കിലും അവൾ അത് ഉള്ളിൽ ഒളിപ്പിച്ചു. ഒരു വലിയ ഡോക്ടറും താനും തമ്മിലുള്ള വ്യത്യാസം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അർജുൻ്റെ ചിന്തകൾ മറ്റൊന്നായിരുന്നു. കോടീശ്വരനായ അച്ഛൻ്റെ ഏക മകനായ അവൻ നഗരത്തിലെ ആഡംബരങ്ങളിലും സന്തോഷങ്ങളും കണ്ടെത്തിയിരുന്നില്ല.
ദേവുവിൻ്റെ ലാളിത്യവും അവളുടെ പോരാട്ട വീര്യവുമാണ് അവനെ ആകർഷിച്ചത്. ഒരു ദിവസം രാത്രിയിൽ കനത്ത മഴ പെയ്യുമ്പോൾ അർജുൻ ദേവുവിൻ്റെ വീട്ടിലെത്തി. അവൾ ചിമ്മിനി വെളിച്ചത്തിൽ പഴയ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. "നീ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ?" "ഇല്ല അർജുൻ, പഴയ പുസ്തകങ്ങൾ വെറുതെ എടുത്തു നോക്കിയതാ. എനിക്ക് വെറ്റിനറി സയൻസ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം." അർജുൻ അവളുടെ അരികിലിരുന്നു. "ഇപ്പോഴും സമയം വൈകിയിട്ടില്ല ദേവു. നീ എൻട്രൻസ് എഴുതണം. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കയ്യിൽ കുറേ പുസ്തകങ്ങളുണ്ട്. നിന്റെ സ്വപ്നങ്ങൾ ഈ വീടിനുള്ളിൽ ഒടുക്കാനുള്ളതല്ല." അങ്ങനെയിരിക്കെ ഒരു ദിവസം വാസുപിള്ള തൻ്റെ ഗുണ്ടകളുമായി ദേവുവിൻ്റെ വീട്ടിലെത്തി. "ഇന്ന് ആധാരം തരണം, അല്ലെങ്കിൽ ഈ പശുവിനെ ഞാൻ കൊണ്ടുപോകും." ദേവു ഗൗരിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അമ്മ കട്ടിലിൽ കിടന്ന് ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അർജുൻ അവിടേക്ക് വരുന്നത് കാര്യം തിരക്കിയ അവൻ തൻ്റെ ചെക്ക് ബുക്ക് എടുത്ത് വാസുപിള്ളയുടെ മുഖത്തേക്ക് നീട്ടി. "ബാക്കി പണം നാളെ നിന്റെ അക്കൗണ്ടിലെത്തും. ഇനി ഈ വഴി കണ്ടുപോകരുത്." അവർ പോയി കഴിഞ്ഞപ്പോൾ ദേവു അർജുൻ്റെ മുന്നിൽ തകർന്നു വീണു. "എന്തിനാ സാറേ ഇത്രയും ചെയ്തത്? എനിക്കിത് തിരിച്ചു തരാൻ കഴിയില്ല." അർജുൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. "എനിക്ക് പണം തിരിച്ചു വേണ്ട ദേവു. എനിക്ക് നിന്നെ വേണം. നിന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ എനിക്കൊരു പങ്കു വേണം. നിന്റെ ഈ കണ്ണുനീർ ഇനി വരാൻ പാടില്ല." അങ്ങനെ ആ ഗ്രാമം സാക്ഷിയായി. ലളിതമായ ചടങ്ങിൽ അർജുൻ ദേവുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി. അർജുൻ്റെ വീട്ടുകാർക്ക് ആദ്യം എതിർപ്പായിരുന്നെങ്കിലും ദേവുവിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും അവരുടെ മനസ്സ് മാറ്റി. വിവാഹശേഷം ദേവു തൻ്റെ സ്വപ്നം സഫലമാക്കി. അർജുൻ്റെ പ്രോത്സാഹനത്താൽ അവൾ വെറ്റിനറി കോഴ്സ് പൂർത്തിയാക്കി. അമ്മയും ആരോഗ്യവതിയായി. നടക്കാനും എല്ലാ ജോലികളും ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഗ്രാമത്തിൽ ഒരു വലിയ മോഡേൺ ഡയറി ഫാം തുടങ്ങി. അവിടെ ജോലി ചെയ്യുന്നത് ആ ഗ്രാമത്തിലെ അശരണരായ സ്ത്രീകളാണ്. ഇന്ന് ദേവുവിൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. അവരുടെ പഴയ കാല ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നു. അവർ പിച്ച വെച്ച് നടക്കുന്നു. വൈകുന്നേരം ഫാമിൻ്റെ വരാന്തയിൽ ഇരുന്ന് കാപ്പി കുടിക്കുമ്പോൾ അർജുൻ ചോദിച്ചു, "ദേവു, സന്തോഷമായോ?" അവൾ അവൻ്റെ തോളിൽ തല ചായച്ചു. "ജീവിതം ഇത്രയും മനോഹരമാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അർജുൻ. ആ പഴയ സൈക്കിൾ മണി ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്." ദേവുവും അർജുനും ചേർന്ന് നൂറുകണക്കിന് ആളുകൾക്ക് തണലായി. ആ ഗ്രാമത്തിൽ ഇന്നും ജീവിക്കുന്നു. സ്നേഹവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് അവർ ലോകത്തെ കാണിച്ചു. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചെറിയ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം.